അമ്മ എനിക്ക് ആ കൂടെ കുറച്ച് ദിവസം ലീവ് ഉള്ളൂ. ഞാൻ പോകുന്നതിന് മുമ്പ് അവന്റെ കാര്യം എന്തെങ്കിലും തീരുമാനിക്കണ്ടേ? പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാട്ടുകാർക്ക് അവന്റെ കല്യാണക്കാരും മാത്രമേ ചോദിക്കാനുള്ളൂ. അതിപ്പോ 10-15 വയസ്സായില്ലേ. എന്താക്കാനാ മോനെ, ഞങ്ങൾ നോക്കാണ്ടല്ലോ. പെമ്പിള്ളേർക്ക് ഇഷ്ടപ്പെടണ്ടേ? ഇവനാണ് ആ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ജോലിയാണെങ്കിൽ വർഷാപ്പോ. പെമ്പിള്ളേർക്കൊക്കെ ഗവൺമെന്റ് ജോലിക്കാർ വേണം. എന്ത് ചെയ്യാനാ? കിട്ടണ്ടേ മര്യാദക്കൊന്ന്? അല്ല, മേട്ടൻ പറയുന്നതിലും കാര്യമുണ്ടല്ലോ. അപ്പൊ നാട്ടുകാരൊക്കെ കൂടി പറയുന്നത് നമ്മൾ അവന്റെ ജീവിതം നശിപ്പിച്ചെന്നല്ലേ. എന്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുണ്ട്. ചൊവ്വാദോഷം കാരണം കല്യാണമൊന്നും നടക്കുന്നൊന്നുമില്ല. 10-20 വയസ്സ് കഴിഞ്ഞു. നമുക്കത് നോക്കിയാലോ? അതൊന്നും വേണ്ട മോളെ. മോളിന്റെ കുടുംബത്തിലൊക്കെ വലിയ വലിയ ആൾക്കാരാ. ഇവനാണ് 10ാം ക്ലാസ്സേ ഉള്ളൂ. അതറിഞ്ഞാൽ തന്നെ മോൾക്കന്നെ ഒരു നാണക്കേടാ. നമ്മൾക്കൊരു കാര്യം ചെയ്താലടാ, ആ ദിവാകരന്റെ മോളെ ഒന്ന് നോക്കിയാലോ മോനെ. ദിവാകരന്റെ മോളോ? അതൊന്നും വേണ്ടമ്മേ. അവിടെ ഒന്നുമില്ല. നമുക്കൊന്നും ചേരുന്ന ഫാമിലി അല്ല. അത് ശരിയാ, അതൊന്നും വേണ്ടമേ. അതൊക്കെ നമ്മുടെ സ്റ്റാറ്റസിന് കുറവാ. മോളെ, വലിയ വലിയ വീട്ടിൽ നിന്നൊക്കെ പെണ്ണെടുത്തിട്ട് നമ്മളെ ഭരിക്കാൻ നിൽക്കും. ഇതാണെങ്കിൽ നമ്മൾ പറഞ്ഞതും കേട്ട് വീട്ടിലെ പണി ചെയ്ത് മിണ്ടാതിരിക്കും. പണിക്കാരന് വേണ്ട വെക്കാലോ. ആ പൈസ ലാഭമായില്ലേ? അമ്മ പറയുന്നതിലും കാര്യണ്ട്. പക്ഷെ നിങ്ങളുടെ അനിയൻ സമ്മതിക്കുവനെ? എന്താമ്മേ, നമ്മൾ ഈ കാര്യം അവനോട് പറഞ്ഞാൽ അവൻ സമ്മതിക്കോ? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ എന്ത് കാര്യം അവൻ സമ്മതിക്കാതിരുന്നിരിക്കുന്നത്? ഞങ്ങളൊരു പെൺകുട്ടിനെ ഇഷ്ടപ്പെടുന്ന കെട്ടുവൻ അവൻ കെട്ടു തന്നെ. ഇനി ഇതിനെ കുറിച്ച് ആരും സംസാരിക്കേണ്ട. ഇതോടെ നിർത്തുക. മക്കളെ ചായ കുടിക്കും. അല്ലേ, രാവിലെ അമ്പലത്തിൽ പോകുന്നോണ്ട് വീട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഒന്ന് കറങ്ങി നടക്കുക. വീട്ടില് പണിയൊന്നുമില്ല? അല്ലമ്മേ, വീട്ടിലെ പണി ശാന്തേച്ചി വന്നിട്ടില്ലേ? പിന്നെ വീട്ടിൽ 3 പെണ്ണുങ്ങളുണ്ടായിട്ട് ഇനി അവളെ പണിക്ക് വെക്കേ. ഇന്ന് മൂലത്തോട് ഞാൻ അവളെ വരണ്ടാന്ന് പറഞ്ഞു. സന്ധ്യ, നീ വേമ്പ് അടുക്കളയിൽ കയറി. ഒറ്റ പണി ചെയ്തിട്ടില്ല അവിടെ. എടാ, നീ വേഗം മാർക്കറ്റിൽ പോയിട്ട് നല്ല 1 കിലോ ചെമ്മീൻ വാങ്ങിട്ട് വാ. ഏട്ടന് ഇനി പോകാൻ ഒരാഴ്ചയേ ഉള്ളൂ. അച്ചാർട്ട് കൊടുത്തേക്കാനുള്ളതാ. മാർക്കറ്റിൽ ഇപ്പൊ പോയാൽ വരാൻ വൈകുമേ. വർഷാപ്പിൽ കുറച്ച് പണിയുള്ളതാ. ഞാൻ വരുമ്പോ മേടിച്ചാൽ മതിയോ? പിന്നെ നിന്റെ തുക്കട വർക്ക്ഷോപ്പിൽ പണി കഴിഞ്ഞ് വരുന്നവരോട് കാത്തിരിക്കല്ലേ? നീ വേഗം വാങ്ങിട്ട് വേണം. അച്ചാർ ഇടേണ്ടതാ. ആ, ഹലോ മോനെ, എന്തൊക്കെയുണ്ടടാ വിശേഷം? ആ, സുഖമാണ്. അമ്മ സുഖമായിരിക്കണം. മോനെ സുഖമല്ലേടാ? ആ ആ ആ എന്ത്, ഇവനെ ദുബായിലേക്ക് കൊണ്ടുപോകാനോ? നീ എന്ത് വിവരക്കേടാ ഈ പറയുന്നത്? ഈ 10ാം ക്ലാസ് വരെ പഠിച്ചവൻ അവിടെ കൊണ്ടുവരുന്ന എന്താക്കാനാ? അല്ല ഇംഗ്ലീഷോ ഹിന്ദിയോ കൂട്ടി വായിക്കാൻ അറിയോ? വെറും വർക്ക്ഷോപ്പ് എന്നല്ല. അവന് വേറെ എന്തറിയാനാ? മോനൊരു കാര്യം ചെയ്, നമ്മുടെ മേമന്റെ മോനെ കൊണ്ടുപോ. അവനാണ് ഇംഗ്ലീഷ് ഹിന്ദി നന്നായിട്ട് അറിയാം. അത് അവനെ കൊണ്ടുവന്ന് എനിക്ക് തന്നെ ഒരു വിലയാണ്. ആ എന്നാ ശരി, എന്നാ നീ ആലോചിച്ചിട്ട് വിളിക്ക്. ആയിക്കോട്ടെ മോനെ, ശരി ശരി. ആ ഏട്ടാ, അല്ല, താഴെ എന്തോ പണിയിൽ കണ്ടു പോയതല്ലേ? ഇത്ര അടുത്ത് കഴിഞ്ഞോ? എന്താടോ, എന്താ പറ്റി? കൊറേ ആയിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. ഏട്ടനെന്താ 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിപ്പ് നിർത്തിയത്? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയത്. സത്യം പറഞ്ഞ അച്ഛൻ എന്തിനാ അങ്ങനെ ചെയ്തെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. ആ ഒരു സമയത്ത് ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിലായിരുന്നു. അപ്പൊ അച്ഛൻ പോകാൻ കാരണം അമ്മയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അച്ഛൻ്റെ അമ്മയും വീട്ടുകാരെ കൂടി ഭയങ്കര തോന്നിക്കലായിരുന്നു. അവസാനം എന്നെ ഏട്ടനെ കൊണ്ട് അമ്മ ഒരു വാടക വീട്ടിലേക്ക് മാറി. അന്നേരം ഏട്ടൻ ഡിഗ്രി പഠിക്കായിരുന്നു, നന്നായി പഠിക്കായിരുന്നു. ഞാൻ 10ാം ക്ലാസ് അല്ലേ. അപ്പൊ ഏട്ടൻ പഠിച്ച് ജോലി കിട്ടിയ കുടുംബം രക്ഷപ്പെട്ടുണ്ട് പറഞ്ഞിട്ട് പിന്നെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പഠിപ്പ് നിർത്തി പണിക്കിറങ്ങിയതാണ്. പിന്നെ ഏട്ടനെ പഠിപ്പിച്ചു, വാടക കൊടുത്തു, കുടുംബം നോക്കി.
കുറച്ച് കഴിഞ്ഞ് ഏട്ടൻ ജോലി കിട്ടി, ഞങ്ങളുടെ കൂടി ഒരു സ്ഥലം മേടിച്ചു, വീട് കിട്ടി, ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. അതിനിടയ്ക്ക് പിന്നെ എൻ്റെ പഠനത്തിനെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ല, എന്താ ഇപ്പം ഇങ്ങനെ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ഞാൻ താഴെ പോട്ടെ. ഏട്ടാ എപ്പോഴാ പോകുന്നത്? ഇനി എന്തിനാ വൈകുന്നേ? നമുക്ക് ഇപ്പൊ ഇറങ്ങാം. രാവിലെ വർക്ക്ഷോപ്പിൽ കുറച്ച് അർജന്റ് പണിയുണ്ടായി പോയി, അതുകൊണ്ട് പോയതാ. സോറി കേട്ടോ. അത് സാരമില്ല. പിന്നെ ഇപ്പൊ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം അവിടെ നിൽക്കുമെന്നാ ചോദിച്ചത്. അതിനെന്താണോ, നമുക്ക് 1-2 ദിവസം അവിടെ നിന്നിട്ട് വന്നാൽ മതി, അതിലൊരു പ്രശ്നമില്ല. സമയം മാറ്റിട്ടോ. നീ എന്തേ പറയുന്നത്? കാറും കൊണ്ട് പോകാനോ? അത് നിന്റെ ഭാര്യ വീട്ടിലേക്ക്. നീ വല്ല ഓട്ടോറിക്ഷയും പിടിച്ചു പോടാ, അല്ലെങ്കിൽ ബസ്സിന് പോ. ഇതേ ചെറിയ വിലന്റെ കാറല്ല, നിന്റെ ഏട്ടൻ ഗൾഫിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സാധനം മേടിക്കാൻ വേണ്ടി ഈ കാർ മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ. ബസ് സ്റ്റോപ്പിൽ വെയിലും കൊണ്ട് പോകണമേ. എന്തായാലും കാറ് വെറുതെ ഇട്ടിരിക്കല്ലേ, ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് വരാം. നീ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണ്ട. എന്തായാലും ഈ കാറും കൊണ്ട് നിന്റെ ഭാര്യ വീട്ടിലേക്ക് പോകില്ല. നിന്റെ വർക്ക്ഷോപ്പിൽ നല്ല പഴയ വണ്ടി എനിക്ക് എടുത്തിട്ട് പോ. നമുക്ക് ബസ്സിൽ പോയത്ര, വണ്ടിക്ക് സർവീസിന് ടൈം ആയത്ര. ഇതെന്താ അത്? കാറാകെ പൊടി പിടിച്ച് കിടക്കുകയാണല്ലോ. ആ, നീ ഭക്ഷണം കഴിക്കാൻ വന്നല്ലേ? അവളൊക്കെ അവിടെ ഉണ്ട്. എവിടെ പോകാനാ മോനെ? നാളെ പൂജ മോള് വീട്ടിലേക്ക് പോവുക. അവളുടെ ആങ്ങളെ കൂട്ടാൻ വരും. ഈ കാറ് കിടക്കണ കോലം നോക്കാം, നിന്നെ പൊടി പിടിച്ചിട്ട്. അവർ കണ്ടാ മോശമല്ലേ? മോനെ കാറൊക്കെ ഒന്ന് കഴുകിയിട്. ഏട്ടാ, ഞാൻ മേൽ നോക്കുമ്പോ വരുന്ന കണ്ടതാണല്ലോ, പിന്നെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? വാട്ടാ, ഞാൻ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലടോ, ഞാനേ ഈ കാറിന്ന് കഴിയിട്ട് വരാം. നാളെ ചേച്ചി വീട്ടിൽ പോകണത്രേ. അതിന് ചേച്ചി കഴുകില്ലേ? അവർക്കൊന്ന് ലീവല്ലേ? ഇല്ലടോ, എപ്പോഴും ഞാൻ തന്നെ കഴുകുക, നല്ല വൃത്തിയാളൂ. ഇത് അത്രയൊന്നും ഒരു 10 മിനിറ്റ്. നീ ഒരു കാര്യം ചെയ്തോ, എടുത്ത് വെച്ച അപ്പഴേക്കത്തി. എന്റെ ഏട്ടാ, ഇത്രയും നേരം കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇപ്പൊ ഒരു വെയിലത്ത് വന്നിട്ട് ഇപ്പൊ ഇതിന്റെ ബാക്കിൽ നിൽക്കുക. അവരിന്നൊന്നും പോകുന്നില്ലല്ലോ, പിന്നെ ചെയ്താ പോരെ? വന്ന് കഴിക്കാൻ നോക്ക്. ഞാൻ വരും. എന്നാ കഴുകിയിട്ട് വേഗം വന്നേ. ആ, സമയായില്ലേ? ആടോ, വൈകുന്നേരം ഒരു വണ്ടി കൊടുക്കാണ്ട്. വരട്ടെ. ആ, പിന്നെ ഏട്ടാ, ഞാനൊന്ന് ജോലിക്ക് പോയാലോന്ന് ആലോചിക്കുക. എടാ, അതിലൊന്നും ഇത്ര ആലോചിക്കാനുള്ളത്, നല്ല കാര്യമല്ലേ? താൻ ഇവിടെ സെറ്റ് ആയിട്ട് പറഞ്ഞ ഞാനൊന്നും പറയാതിരുന്നു. അല്ല, എവിടെയും നോക്കിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ നോക്കി വെച്ചിട്ടൊന്നുമില്ല. നേരത്തെ എന്റെ ഫ്രണ്ട് വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ അക്ഷയയില് കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ ഒരാളെ വേണമെന്നൊക്കെ. എന്നാ പൊക്കോളൂ, താൻ ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നില്ലേ, പിന്നെന്താ ആലോചിക്കാനാ? എന്നാ പിന്നെ ഞാൻ അവരെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്കട്ടെ. ആടോ, അതിനാണ് നീ പെർമിഷൻ ഒക്കെ ചോദിക്കുന്നത്? അമ്മയോട് ഞാൻ പറയാട്ടോ. അത് വേണ്ട ഏട്ടാ, അമ്മനോട് ഞാൻ പറഞ്ഞോളാം. ഏട്ടൻ പോവാൻ നോക്കിയോ? എന്നാ ശരിടാ, പറ്റി നേരത്തെ നോക്കട്ടാ. ശരി. അല്ല, നീ എന്തീ പറഞ്ഞു വരുന്നത്? ജോലിക്ക് പോവുകയെ? അതും കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ അക്ഷയ സെന്ററില്ല?
അതിനെന്താ അമ്മേ കുഴപ്പം? ചേച്ചിയും ജോലിക്ക് പോകുന്നില്ലേ? ചേച്ചി പോകുന്നുണ്ടെങ്കിലേ അത് IT കമ്പനിയിലാ. മാസം 40,000 രൂപ അവൾക്ക് ശമ്പളം ഉണ്ട്. അല്ലാതെ നിന്നെ പോലെ 12,000 രൂപ കുന്ത്രാട്ടം പഠിപ്പിക്കാൻ പോകുകയല്ല. എല്ലാവർക്കും ഒരേപോലെ ജോലി കിട്ടണമെന്നൊന്നുമില്ലല്ലോ അമ്മേ. പിന്നെ ചെറിയൊരു വരുമാനം കൊണ്ട് ഒരു കുടുംബം നന്നായിട്ട് കഴിയാൻ പറ്റുന്ന എന്നെക്കാളും നന്നായിട്ട് അമ്മയ്ക്ക് അറിയാവുന്നല്ലേ. ഈ 12,000 പറയണതേ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ തുക തന്നെയാ. എന്തായാലും ഞാൻ ഈ തിങ്കളാഴ്ച തൊട്ട് ജോലിക്ക് പോകും. ഓ, അപ്പൊ നീ എല്ലാം തീരുമാനിച്ചിട്ട് വന്നതാണല്ലേ? എന്നാ മോളൊരു കാര്യം ചെയ്യ്, ഈ വീട്ടിലെ പണി മുഴുവനും കഴിഞ്ഞിട്ട് നീ ജോലിക്ക് പോകുക വരിക എന്താന്ന് വെച്ചാ ചെയ്യ്. ജോലിക്ക് പോകണ വേണ്ടേ ഇവിടുത്തെ ഒരു പണിയും ചെയ്യാണ്ടൊന്നും ഞാനിരിക്കില്ല. അതൊക്കെ എന്താ വേണ്ട വെച്ചാ എനിക്കറിയാം. കഞ്ഞിക്ക് ഗതിയില്ലാത്തവിടുന്ന് പെണ്ണെടുത്തത് ഇവിടെ വന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കും പറഞ്ഞിട്ടാ. ഇപ്പൊ നീ എന്റെ തലക്ക് കയറാൻ വരുന്നു അല്ലേ? മോളെ, നീ ജോലിക്ക് കൊണ്ട് എനിക്കൊന്ന് കാണണം. അതെ, ഒന്ന് നിന്ന്. എങ്ങോട്ട് പോകാ? ഞാൻ ജോലിക്ക് പോണു. എന്തേ? ജോലിക്കോ? നിന്നോട് ഇവിടുത്തെ എല്ലാ പണിയും കണ്ട് പോയാൽ മതിന്നല്ലേ ഞാൻ പറഞ്ഞത്? അത് ഞാൻ രാവിലെ എണീറ്റ് പണികളൊക്കെ ചെയ്താണല്ലോ. എന്ത് പണി ചെയ്തു എന്നാ? അടിച്ചു വരെ ചോറും കറിയും വെച്ച് എല്ലാ പണിയും കഴിഞ്ഞു എന്നാ? തുടക്കണ്ടേ? തുണി അലക്ക് മേലെ കൊണ്ട് ആറാനിടണ്ടേ? ഇതൊക്കെ ആര് ചെയ്യുന്ന പറഞ്ഞിട്ടാ? മോളും ഇങ്ങോട്ട് വാ, ആ പണി മുഴുവനും കഴിഞ്ഞിട്ട് പോയാൽ മതി. എന്നെയും കൂട്ടി 3 പെണ്ണുങ്ങളല്ലേ ഈ വീട്ടിലുള്ളത്? എല്ലാവരും കൂടി ചെയ്താൽ തീരാവുന്ന പണികളെ ഈ വീട്ടിലുള്ളൂ എന്നല്ലേ അമ്മ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എനിക്കാവുന്ന പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്കി എന്താച്ചാ മൂത്ത മരുമോളും അമ്മയും കൂടി അങ്ങ് ചെയ്താൽ മതി. എടി പൊടിന്നൊക്കെ വലിയ വീട്ടിൽ ഒരുത്തിനെ കൊണ്ടുവന്ന് തലയിൽ കയറ്റി വെച്ചിട്ടില്ലേ, അവളെ പോയി വിളിക്കാൻ നോക്ക്. എന്നെ വിളിച്ചാണ്ടല്ലോ എന്റെ സ്വഭാവം അറിയും. അപ്പൊ നീ കണക്കാക്കി ഇറങ്ങിയതാണല്ലേ? എന്റെ പൂജ മോളെന്ന് വീട്ടിൽ നിന്ന് വരട്ടെ. നീ എനിക്കുള്ള പണി ഞങ്ങൾ രണ്ടാളും കൂടി തരുന്നുണ്ട്. അമ്മ ഇതവിടെ പോയി? അമ്മേ, എന്താ മോളെ? എനിക്ക് ജോലിക്ക് പോകാൻ സമയമായില്ലേ? ആ കാറിന് എത്ര നേരമായിട്ട് കഴുകിയിടാത്ത? അതിന് അവള് നേരത്തെ ജോലിക്ക് പോയി മോളെ. പിന്നെ ആരാ ഇവിടെ ഉള്ളത്? സുജിത്തില്ലേ ഇവിടെ? അവനോട് കഴുകാൻ പറഞ്ഞ പോരെ? എന്റെ മോളെ, നിനക്ക് അറിയാഞ്ഞിട്ടാ. അവനിപ്പോ അവളുടെ ബാഗിൽ തന്നെയാണ്. ദൂരെ എവിടെയല്ലേ ജോലി. അവൻ പഴയ സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടിയൊക്കെ വാങ്ങിട്ട് അവളിനെ കൊണ്ട് ആക്കാൻ പോയിരിക്കുക. എന്ത് പണിയാ അമ്മ കാണിച്ചത്? കാറ് കഴുകിയിടുന്നു വന്നല്ലേ ഞാൻ ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ നിന്ന് വന്നത്. ശനിയാഴ്ച പോകുമ്പോ ഞാൻ മാറ്റിയിട്ട ഡ്രസ്സാ, അത് ഇതുവരെ അലക്കിയിട്ടില്ല. ഇന്നത്തേക്ക് എനിക്ക് പോണ്ടേ? ആ ഡ്രസ്സ് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ചായ പോലും ആക്കിയിട്ടില്ല. അവൾ എന്ത് കളി അവിടെ കളിച്ചോണ്ടിരിക്കുന്നത്? ഇതാണ് മോളെ ഇവിടെ ഇത്രയും ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. അവൾ നമ്മൾ വിചാരിക്കുന്ന ആളല്ല, ആള് വില്ലത്തിയാ. മോള് വന്നിട്ട് നേരിട്ട് കാണിച്ചു തരാൻ ഞാൻ വിചാരിച്ചതാ. ഇപ്പൊ കണ്ടില്ലേ ഇവിടെ കാണിക്കുന്ന കോലങ്ങള്? ഓ, അമ്മയല്ലേ പറഞ്ഞത് ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് പെണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടുത്തെ എല്ലാ പണിയും ചെയ്യും, നമുക്കിവിടെ മിണ്ടാതിരുന്നാ മതിയെന്ന്. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവൾ കാണിച്ചു കൂട്ടുന്നത്. അവൾ എത്ര മണിക്കാ വരിക? 4 മണിക്ക് വരും മോളെ. മോള് 7 മണിക്കല്ലേ വരുള്ളൂ. നീ വരുമ്പോഴത്തേക്ക് അവൻ വരില്ലേ? മോളും ഒരു കാര്യം ചെയ്യും, കുറച്ച് നേരത്തെ വാ. എന്നാ പിന്നെ അവൻ വരുമ്പോഴേക്കും അവൾക്ക് നല്ലൊരു ഡോസ് നമുക്ക് കണ്ടു കൊടുക്കാം. ആ, ഇതെന്തായാലും അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. എന്തായാലേ ഞാൻ കുറച്ച് നേരത്തെ വരും. അവൾക്കുള്ള പണി ഞാൻ കൊടുക്കാം. നീ വാടി, നീ എനിക്കുള്ള പണി എന്റെ പൂജ മോള് തരും. ആ, ചേച്ചി നേരത്തെ എത്തിയോ? അമ്മ, എനിക്ക് ചായ ഉണ്ടോ അവിടെ? പിന്നെ നീ വരുമ്പോഴേക്കും ചായ ഉണ്ടാക്കി വെക്കാൻ നിന്റെ വേലക്കാരിയാണ് ഞങ്ങള്, അല്ല മോളെ? എന്നാ ശരി ചേച്ചി, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അതെ, ഒന്നവിടെ നിൽക്ക്. നീ ഒരു തുക്കട ജോലിക്ക് വന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ പണിയൊന്നും ചെയ്യേണ്ടെന്നാണ് നിന്റെ വിചാരം? എന്റെ ചേച്ചി, ജോലിക്ക് പോകുന്നതിന് മുമ്പും വന്നിട്ടും എനിക്ക് ആവുന്ന പോലെ എല്ലാ പണികളും ഞാനിവിടെ ചെയ്യുന്നുണ്ട്. ഒരു കുടുംബം എന്ന് പറഞ്ഞാലേ നീ നിന്റെ കെട്ടിയവന് മാത്രമല്ല, ഇവിടെ ബാക്കി എല്ലാവരും ഉണ്ട്. നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് രാവിലെ എഴുന്നേറ്റ് ഇവിടുന്ന് പോയാ പോരാ. ഈ ബാക്കിയുള്ളവർക്ക് കൈകാലം ഒരു പ്രശ്നമില്ലല്ലോ. നമ്മളെല്ലാവരും കുറച്ച് ചെയ്താൽ തീരാവുന്ന പണികളെ ഈ വീട്ടിലുള്ളൂ. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കിയിട്ട് ഓഫീസിൽ പോകണം പറഞ്ഞാൽ ഞാൻ എന്താ നിങ്ങളുടെ അടിമയാ? അല്ലാണ്ട് നീ എന്താടി വിചാരിച്ചിരിക്കുന്നത്? ഇവിടുത്തെ കൊച്ചമ്മയായിട്ട് വാഴാന്നോ? ഇവിടുത്തെ പണികൾ മുഴുവൻ എടുപ്പിക്കാൻ തന്നെയാണ് ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്നെ ഇവിടെ കെട്ടിയെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാണ്ട് ഇവിടുത്തെ തറവാട്ടമ്മയായിട്ട് വാഴിക്കാനല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. ദേ, നിങ്ങളുടെ പൈസന്റെ ഹുങ്കൊക്കെ സ്വന്തം കയ്യിൽ വെച്ചാൽ മതി. അത് ഇങ്ങോട്ട് ഇറക്കാൻ നിൽക്കണ്ട. ഇതാള് വേറെയാ.
കണ്ടോ മോളെ, ഇതാണ് ഇവള്. നമ്മളെ കൊണ്ട് ഒരിക്കലും ഇവിടെ മരിക്കാൻ കഴിയില്ല. പെട്ടുപോയി, ഇനി എന്ത് പറഞ്ഞ കാര്യം. എന്റെ ദിനുവേട്ട, ഇതാണ് പറ്റിയ സമയം. ഇപ്പൊ അമ്മായിമ്മ മരുമോളെ രണ്ടും രണ്ട് തട്ടില്ല. ഈ സമയത്ത് നമ്മളൊരു കളി കളിച്ചാല് വീടും സ്ഥലവും നമ്മുടെ പേരിലിരിക്കും. എന്റെ മനുഷ്യ, നിങ്ങളൊന്ന് മിണ്ടാതിരുന്നാ മതി. എന്താ ചെയ്യാന്ന് എനിക്കറിയാം. എന്താ എന്താ പറയാണ്ട് പറഞ്ഞ? പിന്നെ ഇന്നലെ ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന് റൂം സൗകര്യമൊന്നും പോരാത്രേ. ഇതൊക്കെ പൊളിച്ചിട്ട് റൂമൊന്ന് വലുതാക്കണം എന്നാ പറയണം. പിന്നെ അതുമല്ല, കാർത്തിന് വെച്ച് വീട് സ്ഥലമൊക്കെ വെക്കുന്നുണ്ട്, അത് വാങ്ങണം എന്നാവും പറയുന്നത്. മുറ്റമൊക്കെ ഒന്ന് വലുതാക്കി ഗാർഡൻ എന്തൊക്കെയോ ആക്കണത്രേ. അതിനെന്താ അല്ലെങ്കിൽ ഇവിടെ മുറ്റം ചെറുതല്ലേ, അതിലൂടെ സ്ഥലം മറ്റേ വലുതാക്കുകയാണെങ്കിലേ അത് നല്ല കാര്യല്ലേ. അതിനിപ്പോ എന്താന്നല്ല, പണ്ടത്തെ പോലെയല്ല. നിങ്ങൾക്ക് രണ്ടാൾക്കും കല്യാണം കഴിഞ്ഞു, കുടുംബം ഇപ്പൊ രണ്ടാണ്. ഒരാൾ എത്രയെന്ന് വെച്ചാൽ വീട്ടിന് പൈസ ഇറക്കൊണ്ടിരിക്കും. അതിനൊരു തീരുമാനം എത്തണ്ടേ? അമ്മ ഇപ്പൊ എന്താ പറഞ്ഞു തരുന്നത്? ഞാൻ വളച്ചു കെട്ടിലില്ലാണ്ട് കാര്യം പറയാ. ഈ വീട് ഇപ്പൊ എന്റെ പേർക്കാണെങ്കിലും എന്റെ വീട്ടിൽ നിന്നോ നിന്റെ അച്ഛന്റെ വീട്ടിൽ നിന്നോ കൊണ്ടുവന്ന് കെട്ടിയ വീടല്ല അത്. ഈ വീട്ടിന് ഏറ്റവും കൂടുതൽ പൈസ ഇറക്കി നിന്റെ ഏട്ടനാ. ഇനി ഇങ്ങനെ വെച്ചു നിട്ടാ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വീട് സ്ഥലവും നിന്റെ ഏട്ടൻ്റെ പേർക്ക് ആക്കാൻ പോകാം. പിന്നെ ഇപ്പൊ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ഇന്നലെ വന്ന് കയറിയവൾ ഇവിടെ വലിയ ആളാകണ്ട. മറ്റുള്ളവന്റെ ഔദാര്യത്തിൽ കഴിയണമെന്നും അവളും കൂടി ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ. അമ്മ എന്ത് വർത്താനീ പറയുന്നേ? എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലേ അത് നേരിട്ട് എന്നോട് തീർക്കമ്മേ, അല്ലാണ്ട് ഈ പാവത്തിനോട് ഇങ്ങനെ ചതി ചെയ്യല്ല വേണ്ടത്. വീടും സ്ഥലമൊക്കെ മൂത്ത മകന്റെ പേർക്ക് എഴുതി കൊടുക്കാണത്രേ. അപ്പൊ ഇത്രയും കാലമായിട്ട് ഏട്ടൻ ഈ വീടിന് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന് അമ്മ ഈ പറയുന്നേ? അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നേ? അതെ, നിന്റെ ഭർത്താവ് ഈ വീടിന് വേണ്ടിട്ട് എന്ത് ചെയ്യുന്ന നീ പറയണത്? സ്ഥലം ചൂള് വിലക്ക് കിട്ടിയപ്പോ രണ്ടാളും കൂടി പകുതി പകുതി പൈസ എടുത്ത് വാങ്ങി, അത്ര തന്നെ. ഈ വീടിന് വേണ്ടി ലോൺ എടുത്തതും ഇങ്ങനെ കെട്ടിപ്പൊക്കിയതൊക്കെ എന്റെ ഭർത്താവാ. ലോൺ അടിച്ചോണ്ട് മാത്രം എല്ലാം ആയില്ലല്ലോ. ഈ വീട്ടിൽ എന്തൊക്കെ ചെലവുണ്ട് വേണ്ട, അതെല്ലാം നോക്കുന്ന ഏട്ടന് ഒറ്റയ്ക്കല്ലേ. നിങ്ങളോ നിങ്ങളുടെ ഭർത്താവ് 1 രൂപ പോലും ചെലവാക്കുന്നുണ്ടോ? അങ്ങനെ നോക്കുകയാണെങ്കിലേ ഈ ലോണിനേക്കാൾ ഇരട്ടി തുക ഏട്ടൻ ചെലവാക്കുന്നുണ്ട്. ആണോ? എന്നാലേ മോളതിന്റെ കണക്കൊക്കെ എടുത്ത് കാണിച്ചതാ. നിങ്ങൾ ചോദിക്കുന്ന കണക്കൊന്നും ഏട്ടൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അങ്ങനെ കണക്ക് സൂക്ഷിക്കുന്ന ആളും അല്ല അത്. എന്നാലേ എന്റെ ഭർത്താവ് ചെലവാക്കിയ പൈസന്റെ കണക്ക് മുഴുവൻ എന്റെ കയ്യിലുണ്ട്. എന്നാൽ ഇന്നലെ കയറി വന്ന അവളോട് ഇതൊക്കെ ചോദിക്കേണ്ട കാര്യം എന്താണമ്മേ? അമ്മയ്ക്ക് എന്താണോ ഇഷ്ടം അത് അമ്മ ചെയ്തോ. ഇതെന്താ ഇത്? ഒരു ഒച്ച പോലും പുറത്തു വെക്കാത്ത വീടാ ഇത്. ഓരോരോ കെട്ടി എടുത്തുകൊണ്ടുവന്ന് അന്ന് മുതൽ തുടങ്ങിയതാ ചന്ത പോലെ. അതെങ്ങനെ വളർന്ന കുടുംബം നോക്കണ്ടേ? ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അതേ ഇവിടെ നടക്കൂ. പിന്നെ മര്യാദയ്ക്ക് ഇവിടെ അനുസരിച്ചിരിക്കാൻ പറ്റുന്നവർക്ക് ഇരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചു എന്ത് ചെയ്യണം. വലിയ വീട്ടില് ഒരു മനസമാധാനം ഇല്ലാണ്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലതേ ചെറിയൊരു വീട്ടിൽ സന്തോഷമായി കഴിയുന്നതാ. പിന്നെ ഇതിന്റെയൊക്കെ പിന്നിൽ അമ്മയല്ലെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത കൂടെയുള്ളത്. അതുകൊണ്ട് അമ്മയൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അയ്യോ അമ്മ എന്ത് പണി കാണിക്കുന്നത്? അമ്മയോട് ആരാ പറഞ്ഞ അടിച്ചു വരാൻ? എന്ത് ചെയ്യാനാ മോളെ, അവളിവിടെ ഇല്ലാലോ. അല്ലെങ്കിൽ ഒക്കെ അവള് ചെയ്യായിരുന്നു. നമ്മളാണ് ശാന്തനെയും പറഞ്ഞു വിട്ടു. പിന്നെ മോൾക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ, എന്തായാലും അടിച്ചു വാരിയല്ലേ പറ്റൂ. അമ്മ അടിച്ചു വാരാം. അത് ശരി. എന്ന് വെച്ചാൽ വയ്യാതെ അമ്മയാണോ ഈ പണിയെല്ലാം ചെയ്യണത്? പണിയൊക്കെ ഞാൻ ചെയ്യാം. ഞാനേ ഒരാഴ്ച ലീവ് എടുത്തിട്ടുണ്ട്. ഞാൻ ജോലിക്ക് പോയി തുടങ്ങുമ്പോ ശാന്തനെ ഇങ്ങോട്ട് വരാൻ പറയാം. അയ്യോ വേണ്ട മോളെ, ഇപ്പൊ ശാന്തനെയൊന്നും വിളിച്ചു വരുത്തണ്ട. ഒന്നാമതായി സന്ധ്യന് ഇഷ്ടമുള്ളവരെ ചുറ്റുപാടുള്ളത്. അവളിപ്പോ വന്നാലേ നമ്മൾക്ക് രണ്ടാൾക്ക് പണിയെടുക്കാൻ പോയാണ്ട് അവൾ പോയതാണെന്ന് നാട് മുഴുവൻ അവൾ പറഞ്ഞു വരുത്തും. ആ അത് ശരിയാ. നാട്ടുകാരെ വായല്ലേ, ഒന്നാമത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. ജോലിക്ക് പോയാലും പണിയൊക്കെ ഞാൻ ചെയ്തോളാം, അമ്മ ടെൻഷൻ ഒഴിക്കുന്നു വേണ്ട.
ഇപ്പൊ അമ്മ ഒരു കാര്യം ചെയ്ത് എവിടെ ഇരുന്നേ, ഞാൻ ചായ എടുത്തിട്ട് വരാം. വേണ്ട മോളെ, ഞാൻ അടിച്ചു വരാം. എനിക്കിപ്പോ ചായ ഒന്നും എടുക്കണ്ട, അമ്മ പോയി എടുക്കാം. അമ്മ പറഞ്ഞ കേട്ടാ മതി, അവിടെ ചെന്നിരുന്നേ. ഇതൊരു കൂട്ടിന്റെ ഒരു കാര്യം. ശ്ശോ. എന്നമ്മ ചായ കുടിക്കും. നവൻ വിളിച്ച മോളെ. അമ്മേ, അത് ഞാൻ അങ്ങോട്ട് പറയാൻ നിൽക്കായിരുന്നു. ഏട്ടനിപ്പോ അടുത്തൊന്നും ലീവ് കിട്ടില്ല. അപ്പൊ ഏട്ടൻ പറഞ്ഞത് തൽക്കാലം ഈ വീടും സ്ഥലവും എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരാനാണ്. പിന്നെ ഏട്ടൻ വന്ന ശേഷം അങ്ങോട്ടേക്ക് മാറ്റി എഴുതാം. ഇപ്പൊ തന്നെ അതൊക്കെ വേണം മോളെ. അതെന്താ അമ്മേ, എന്റെ പേരിൽ എഴുതരുന്നതുകൊണ്ടാണോ? അയ്യോ, അങ്ങനെ പറഞ്ഞിട്ടല്ലേ മോളെ. ഒന്നാമത് നമ്മൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ. അവളിവിടുത്തെ പണിയൊക്കെ ചെയ്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കും വിചാരിച്ചു. ഇതപ്പോ അവള് ഇറങ്ങിയും പോയില്ലേ, ഇനിയിപ്പോ അതിന്റെ ആവശ്യമുണ്ടോ? അതല്ലമ്മേ, അമ്മയല്ലേ നേരത്തെ പറഞ്ഞത് ഈ നാട്ടുകാർക്ക് മുഴുവൻ അവളെ വലിയ കാര്യമാണെന്ന്. ഇപ്പൊ നമ്മൾ ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാല് എന്തായാലും നാട്ടുകാരറിയില്ലേ, അവളെ ചെവിയിൽ എന്തായാലും അതെത്തും. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാടകമാണെന്ന് അവൾ അറിയില്ലേ. അങ്ങനെ വരുമ്പോ അവൾക്ക് അഹങ്കാരം കൂടുതലേ ഉള്ളൂ. അമ്മ തൽക്കാലം ഒരു കാര്യം ചെയ്യും, ഈ വീടും സ്ഥലവും എന്റെ പേരിൽ എഴുതിത്താം. അങ്ങനെ ആകുമ്പോഴേ അവളിവിടെ വാലും ചുരുട്ടി എത്തും, അമ്മേന്റെ ചൊൽപ്പടിക്ക് നിൽക്കുകയും ചെയ്യും. പിന്നെ അമ്മേന്റെ ഇഷ്ടം പോലെ സ്ഥലം രണ്ട് മക്കളുടെ പേരിൽ വീതിക്ക് തുല്യം തുല്യമായിട്ട് ഭാഗിക്കത് എന്ത് വേണേലും ചെയ്തോ. പക്ഷെ അവളെ മുമ്പിൽ എൻ്റെ അമ്മ തല താഴ്ത്താൻ പാടില്ല. എനിക്ക് അത്രയേ ഉള്ളൂ. മോള് പറഞ്ഞു തന്നെയാണ് ശരി. അവളുടെ മുന്നിൽ തോറ്റെടുക്കാൻ ഞാൻ തയ്യാറില്ല. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അല്ല മോളെ, ഈ പേപ്പറൊക്കെ എന്നെ ശരിയാക്കുക, അതൊക്കെ എന്തൊക്കെ ചെയ്യണം നമുക്ക് ഒരു പിടിയും ഇല്ല. അയ്യോ, ഈ കാര്യത്തിനെ കുറിച്ച് അമ്മയൊന്നും അറിയണ്ട. എൻ്റെ അനിയനെ ഇതിനെക്കുറിച്ചൊക്കെ നല്ല പിടിപാടാ. കാണേണ്ട ആൾക്കാരെയൊക്കെ കണ്ടിട്ട് അവൻ രജിസ്ട്രേഷൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കാം. അമ്മ ഒരു ഒപ്പിട്ട് തന്നാൽ മാത്രം. എന്നാ മോളൊരു കാര്യം ചെയ്, അവനെ വരാൻ പറ. അമ്മ എവിടെയാണോ ഒപ്പിട്ട് തരുന്നല്ലേ ഒപ്പിട്ട് തരാം. ആയിക്കോട്ടെ, എന്നാ പിന്നെ ഞാൻ അവനോട് വരാൻ പറയാം. ഇപ്പൊ തൽക്കാലം അമ്മ ഒരു കാര്യം ചെയ്യും, പോയി കൈ കഴുകുക, ഞാൻ ഭക്ഷണം എടുത്തേക്കാം. അയ്യോ വേണ്ട മോളെ, ഇപ്പൊ സമയം ആവുന്നല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. പിന്നെ ഏട്ടൻ രാവിലെ കൂടി വിളിച്ചു പറഞ്ഞേ ഉള്ളൂ അമ്മയ്ക്ക് മരുന്ന് കഴിക്കാനുള്ളതാണ്, കറക്റ്റ് സമയത്തിന് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ. ഇല്ലെങ്കിലേ എനിക്കാ വഴക്ക് കേൾക്കുക. അമ്മ പോയി കൈ കഴുകാൻ നോക്കിയേ, ഞാൻ ഭക്ഷണം എടുത്തേക്കാം. ഏട്ടാ, എന്താ ഇവിടെ വന്നിരിക്കുന്നത്? അതൊന്നുമില്ലടോ, വന്നിട്ട് 11.5 മാസം കഴിഞ്ഞില്ലേ. എനിക്ക് അമ്മയൊന്ന് കാണാൻ തോന്നുന്നു. അതിനെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? പോയി കണ്ടൂടെ, ഇവിടെ അടുത്ത് തന്നെയല്ലേ. ഫോണെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ തന്നെ കയറി ചെന്നാലേ അമ്മ എന്താ പറയാന്നൊരു പേടി. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലടോ, സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നു. എന്തായാലും ഇങ്ങനെ വിഷമിച്ചിരിക്കണ്ട, ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാളും കൂടി ഒന്ന് പോയി നോക്കാം. പിന്നെ ഏട്ടൻ എന്നോട് ദേഷ്യം ഉണ്ടായിരിക്കില്ലേ? ഞാൻ കാരണല്ലേ ഇപ്പൊ ഇങ്ങനെ. അതൊന്നുമില്ലടോ, 15-ാമത്തെ വയസ്സ് തുടങ്ങിയതല്ലേ ഞാൻ ആ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടും. എന്നിട്ടും ഞാൻ ആ വീട്ടിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് അമ്മ അങ്ങനെ പറഞ്ഞപ്പോ ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ആ ഒരു ദേഷ്യത്തിന് പറഞ്ഞ അമ്മ എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അതൊന്നും സാരമില്ല ഏട്ടാ, അമ്മന്റെ ദേഷ്യമൊക്കെ പെട്ടെന്ന് മാറും. പിന്നെ എനിക്കിപ്പോ വർക്ക് 4 മണി വരെയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് PSC ക്ലാസ്സിന് പോയാലോ എന്ന് ആലോചിക്കുക. താൻ വെക്കടോ, ഇത്രയും പഠിച്ചല്ലേ, ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയ പറഞ്ഞാൽ ഒരു വലിയ ഭാഗ്യല്ലേ. പിന്നെ ഏട്ടന്റെ വർക്ക്ഷോപ്പ് നമുക്ക് ആ ഏരിയ മാറ്റിയിട്ട് ടൗണിലേക്ക് ആക്കിയാലോ? ഏട്ടന് നല്ല എക്സ്പീരിയൻസും ഇല്ലേ, അവിടെയാണെങ്കിൽ കൂടുതൽ വർക്കും കിട്ടും. അവിടെ ഞാനും അത് ആലോചിച്ച, ഇവിടെ എന്തായാലും വണ്ടികൾ കുറവാ. എന്നാ പിന്നെ ഏട്ടൻ അതിനെ കുറിച്ച് അന്വേഷിച്ചോ. വാ, സമയമില്ലേ, ഭക്ഷണം കഴിക്കാം. ഒരു മിനിറ്റ്, എനിക്ക് ഇവിടെ ഒരാളെ കാണുന്നുണ്ട്. നീ കേട്ടോ, ഞാൻ വരാം.
നീ വന്നു അല്ലേ? എന്റെ പൂജ മോള് പറഞ്ഞ പോലെ തന്നെ വീട് സ്ഥലമൊക്കെ അവളുടെ പേർക്ക് എഴുതി കൊടുത്ത് ആരെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഞാൻ അതൊന്നും അറിഞ്ഞിട്ട് വന്നല്ലമ്മേ. ഇതിലൂടെ പോയപ്പോ അമ്മനൊന്ന് കാണണം തോന്നി, അതുകൊണ്ട് കയറിയതാ. അമ്മയ്ക്ക് സുഖമല്ലേ? എന്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാണല്ലേ? എന്റെ മോനെയും കൂട്ടിയിട്ട് പോയിട്ട് 1.5 മാസമായില്ലേ പോയിട്ട്, ഇന്ന് വരും തിരിഞ്ഞു നോക്കാൻ അവൻ വന്നിട്ടുണ്ടാ? നീ വിടാതെ ആയിരിക്കും അവനെ. അമ്മ എന്തേ പറയുന്നത്? കഴിഞ്ഞ ആഴ്ച ഏട്ടൻ അമ്മനെ കാണാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ പൂജേച്ചിയാ പറഞ്ഞ അമ്മ ഉറങ്ങാന്ന്. അതുകൊണ്ട് വീടിനകത്തോട് കയറ്റിയില്ലല്ലോ. പിന്നെ അങ്ങനെ അവൾ ചെയ്യാതിരിക്കും? അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി പോയത് അവൾക്ക് എന്നോട് അത്രയും സ്നേഹമാ, അത് കാരണം അങ്ങനെ ചെയ്തത്. എന്നാ ശരി അമ്മേ, ഒന്ന് കാണണം തോന്നി, അതുകൊണ്ട് വന്നതാ. അതെ, അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ രണ്ടും കൂടി ഇവിടെ വന്ന് താമസിച്ചോ? വെറുതെ പൈസ ഇല്ലാതെ വാടകയും കൊടുത്തിരിക്കണ്ട. അത് സാരില്ലമ്മേ. എന്നാലും അവൻ വന്നത് പൂജമോൾ എന്നോട് പറയാത്തത്? ഇതെന്താ ഇവിടെ വന്നിക്കുന്നെ? വീട്ടിൽ പോയില്ലേ? നീ എത്തിയോ? ഞാൻ നിന്നെ നോക്കിയിരുന്നായിരുന്നു. വീട്ടിലിരുന്നാ പോരേനോ? ഞാൻ അങ്ങോട്ട് വരില്ലേ? അല്ല, ബൈക്ക് എവിടെ? ബൈക്ക് റോഡിൽ വെച്ചിട്ടുണ്ടോ? നമ്മൾ കൊറേ അല്ലേ പുറത്തൊക്കെ പോയിട്ട്, ഒന്ന് ടൗണിൽ പോയി വന്നാലോ? ആ, അതിനെന്താ, ഞാൻ റെഡി. പിന്നെ ഏട്ടാ, ഞാൻ വരുന്ന വഴിക്കേ അമ്മനൊന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അമ്മനെ കാണാൻ പോയോ? എന്നിട്ട് അമ്മ എന്താ പറഞ്ഞേ? അമ്മ കൊറേ സംസാരിച്ചു. കൂടുതൽ ഏട്ടനെ കുറിച്ച് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ രണ്ടാളും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതിന്റെ ആ ഒരു പരിഭവമൊക്കെ ഉണ്ട്. അതൊന്നും സാരില്ല, അതൊക്കെ മാറിക്കോളും. ആണോ? അമ്മയ്ക്ക് സുഖല്ലേ? അമ്മയ്ക്ക് എന്താ കുഴപ്പം? സുഖായിരിക്കണോ? പിന്നെ ആ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു എന്നാ പറഞ്ഞത്. അത് സാരല്ലോ, വീട് സ്ഥലം ആർക്കും വേണമെങ്കിലും എഴുതി കൊടുത്തട്ടെ. അമ്മ സുഖമായിരുന്നായി. പിന്നെ ടൗണിലെ ഷോപ്പ് വെക്കുന്ന സ്ഥലം റെഡി ആയിട്ടോ? അടുത്ത ആഴ്ച അങ്ങോട്ട് മാറണം. ഓ, രക്ഷപ്പെട്ടു. എന്തായാലും ഇത്ര പെട്ടെന്ന് തന്നെ കിട്ടിയില്ലേ? എന്നാ വേഗം വാ, വിശന്നിട്ട് വയ്യ. പുറത്തു പോയിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ. എന്നാ വാ, നടക്ക്. അതെ, ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഒരുപാട് പണിയുണ്ട്, എല്ലാം കൂടി എന്നെ കൊണ്ട് ചെയ്യാനാവില്ല. പോയി ചെയ്തേ. എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റില്ലാന്നോ? അത് നീയാണ് ഇവിടുത്തെ പണി മുഴുവൻ എടുക്കുന്നത്? എല്ലാം എന്നെ കൊണ്ടല്ലേ ചെയ്യിപ്പിക്കുന്നത്? ഓ, അതും ഇതും പറഞ്ഞു നിൽക്കാൻ സമയമില്ല. എനിക്കിപ്പോ ഓഫീസിൽ പോകാൻ സമയമായി. ചായ പോലും കുടിച്ചിട്ടില്ല. നീയല്ലേ പറഞ്ഞ് സ്ഥലവും മുടക്കം നിന്റെ പേര് കഴിച്ചുന്ന അവൾ ഓടി വന്നെ കാൽകളൊന്ന് വീഴുന്നുള്ളത്? ഇപ്പൊ എവിടെ? അവര് പൈസക്ക് മോഹിക്കുന്ന ആൾക്കാരൊന്നല്ല, അഭിമാനമുള്ള ആൾക്കാരാ. ഇനി അവരൊന്നും ഇങ്ങോട്ട് വരാൻ തോന്നുന്നില്ല. ഓരോ പൊട്ടത്തരം ഞാൻ ചെയ്തു പോയി. നീ ഒരു കാര്യം ചെയ്, ആ ശാന്തനെ ഇങ്ങോട്ട് വരാൻ പറയും പണിക്ക്. ഇനി എനിക്കിവിടെ പണിയെടുക്കാനാവില്ല, നടു ഒടിഞ്ഞു പോയി. പിന്നെ ശാന്തനെ തിരിച്ചു പണിക്ക് വിളിക്കണമെന്ന്. അവള് വന്നാലേ മാസം 15,000 രൂപ ആരെടുത്ത് കൊടുക്കാനാ? അതെന്താ നീ അങ്ങനെ പറയുന്നത്? എന്റെ മോനോട് ഉണ്ടാകുമ്പോഴേ ആ വർക്ക്ഷോപ്പിൽ ശമ്പളം കിട്ടിയിട്ട് കുടുംബത്തിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കി അവൾക്ക് 15,000 രൂപ മാസം കൊടുക്കുന്നില്ലേ? നിന്റെ ഭർത്താവ് ഗൾഫിലല്ലേ? നീ IT കമ്പനി പോയിട്ട് 10-50,000 മാസം ഉണ്ടാക്കുന്നില്ലേ? അവൾക്ക് 15,000 രൂപ നിനക്ക് എന്ത് നഷ്ടമുള്ളത്? അത് പറഞ്ഞിട്ട് തോന്നിയ പോലെ പൈസ ചെലവാക്കാനാ? ഞങ്ങൾക്ക് ഇത് മാത്രല്ല, വേറെ ഒരുപാട് ഇടപാടുണ്ട്. വേറെ ഇടപാടോ? ഞാനറിയാത്ത വേറെ എന്ത് ഇടപാട് നിങ്ങൾക്കുള്ളത്? എന്ത്? ഞങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും കാലം ഇങ്ങനെയൊന്നും അല്ലല്ലോ. എന്തെങ്കിലും ചെയ്യുമ്പോ അമ്മ ഞാൻ അത് ചെയ്യട്ടെ, അമ്മ ഞാൻ ഇത് ചെയ്യട്ടെ ചോദിക്കല്ലോ. ഇപ്പൊ എന്താ സ്വന്തം ഇഷ്ടമായോ? ഞങ്ങളെ മനുഷ്യന്മാരാണ്, അല്ലാണ്ട് റോബോട്ടൊന്നും അല്ല എപ്പോഴും ഒരേപോലെ തന്നെ പെരുമാറാൻ. അന്ന് അങ്ങനെയാന്ന് വിചാരിച്ചിട്ട് എപ്പോഴും നിങ്ങളോട് ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടോ? നീയൊക്കെ മനുഷ്യന്മാരോ? എന്റെ കൂടെ നൈസിൽ നിന്ന് എന്റെ വീട് സ്ഥലമൊക്കെ എഴുതി വാങ്ങിച്ചിട്ട് നിന്നെയൊന്നും കാരണം സങ്കടം തീരുന്നില്ല. നിങ്ങളുടെ സോപ്പിട്ട് വാങ്ങിയെടുത്ത വീടും സ്ഥലമാ? നിങ്ങളുടെ വായി തന്നെ അന്ന് വന്നതല്ലേ? നിങ്ങളുടെ മൂത്ത മകൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണിതെന്ന്. ഇതേ ഞങ്ങൾക്ക് അർഹതപ്പെട്ട വീടാ, അത് ഞങ്ങളുടെ കയ്യിൽ തന്നെ വന്നു, അത്രേ ഉള്ളൂ. ഞാനത് അവളെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാടി, അല്ലാതെ നിന്റെ ഭർത്താവ് മാത്രം കൊണ്ടുവന്ന് കെട്ടിയ വീടല്ല അത്. എന്റെ ഇളയമോ 15 വയസ്സ് തുടങ്ങിയതാ വർക്ക്ഷോപ്പിൽ കഷ്ടപ്പെടെ. ഇല്ല, 3/4 ഭാഗം പൈസ അവന്റെയാ. ഇതുവരെ അവന് വേണ്ടി അവൻ 1 രൂപ പോലും ഉണ്ടാക്കിയിട്ടില്ല. അവരോട് ഇറങ്ങി പോകുന്നവരെ 3 നേരം കഴിച്ച ഭക്ഷണം അടക്കം അവന്റെ വിയർപ്പാ. എങ്ങനെ നോക്കാൻ ലാഭം നിങ്ങൾക്കാ? എന്റെ മോനെ ഏതോ സ്ഥലത്ത് പോയിട്ട് വാടകയ്ക്കിരിക്കണം, 5 പൈസ കയ്യിലുണ്ട്. ദമേ, ഞാനൊരു കാര്യം പറയാ, ഇതിപ്പോ എന്റെ വീടാ. ഇവിടെ ഇരുന്നിട്ടേ ഒരുമാതിരി വർത്തമാനം പറയാൻ നിൽക്കരുത്.
പറഞ്ഞ പണി മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ തനി സ്വഭാവം അറിയും. ശരി ചേച്ചി. എന്താ സച്ചു, ആരാ വിളിച്ചേ? ഏട്ടാ, ഷൈ ചേച്ചിയാ വിളിച്ചത്. നമ്മുടെ പൂജേച്ചി അമ്മനെ നല്ലപോലെ ദ്രോഹിക്കണമെന്നോ, പുറത്തൊന്നും അമ്മ ഇറങ്ങാറില്ല, അങ്ങനെ എന്തൊക്കെയാണോ പറഞ്ഞത്. അമ്മനെ ദ്രോഹിക്കുന്നോ? താൻ എന്താടീ പറയുന്നത്? ഏട്ടൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഷൈ ചേച്ചിക്ക് എന്തോ ഡൗട്ട് തോന്നി വിളിച്ചു എന്നേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ അങ്ങോട്ട് പോയാലോ? ഞാൻ പോയി വണ്ടി എടുത്തു തരാം. ഏട്ടൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഞാൻ ഒന്ന് ഷൈ ചേച്ചിനെ വിളിച്ചു നോക്കട്ടെ. ആ ഷൈ ചേച്ചി, പിന്നെ ഞങ്ങളിപ്പോ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. ആ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇല്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല അമ്മനെ. പൂജേച്ചിയാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. ചേച്ചി കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല അല്ലേ? എന്തായാലും ഒന്ന് കാണുകയാണെങ്കിൽ വിളിക്കണേ. ഏട്ടനിവിടെ ഉണ്ട്. ആ, മറക്കണ്ട, വിളിക്കണേ. ശരി. അവരും കണ്ടില്ല അല്ലേ? എന്നാലും ഈ അമ്മ അവിടെ പോയി കിടക്കുക, ഇത്രയും വിളിക്കുന്നു. ഗിരിജേച്ചിനെ എവിടെ പറഞ്ഞു? അവിടെ എത്തിയില്ല. ഗിരീഷ് ആണെങ്കിൽ മെസ്സേജ് അയച്ചോണ്ടിരുന്നു കാറ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി. ഇപ്പൊ എന്താ ചെയ്യാ? ഏട്ടനെ ടെൻഷൻ അടിക്കണ്ട, അമ്മ ചിലപ്പോ ഏതെങ്കിലും വീട്ടിൽ പോയിട്ടുണ്ടാവും. നമുക്കൊരു കാര്യം ചെയ്യാലോ, ഒന്നുകൂടി പോയി നോക്കാം. എന്തായാലും വണ്ടി എടുക്ക്. കണ്ടു താങ്ക് യു. അമ്മേ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? രാകേഷ് വിളിച്ചായിരുന്നു, അമ്മ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വന്നു. ഞാൻ എവിടെ വന്നു മോനെ, നിങ്ങളെ കണ്ടില്ല, അപ്പൊ ഇങ്ങോട്ട് നടന്നതാ. എന്റെ അമ്മ കുറച്ചു നേരം കൂടെ ഞങ്ങളെ പേടിപ്പിച്ചളഞ്ഞല്ലോ. ഞങ്ങൾ വീട്ടിലൊക്കെ പോയി നോക്കിയതാ, വീടാണെങ്കിൽ അടച്ചിട്ടിരിക്കണോ. പൂജേച്ചിനെ വിളിച്ചിട്ടാണെങ്കിൽ അവരോട്ട് എടുക്കുന്നുമില്ല. പിന്നെ ഏട്ടന്റെ ഫ്രണ്ടാ പറഞ്ഞത് അമ്മ ഇവിടേക്ക് വന്നു എന്നുള്ളത്. അല്ല, അമ്മന്റെ ഫോൺ എന്താക്കിയതാ? ഇത്ര ദിവസമായി ഞങ്ങൾ വിളിക്കുന്നത്. ഫോൺ അവള് വാങ്ങിച്ചു വെച്ചതാ മോളെ, നിങ്ങളെ വിളിച്ചപ്പോ എല്ലാ കാര്യങ്ങളും പറയുന്ന പറഞ്ഞിട്ട്. എനിക്കവിടെ ഇരിക്കുമ്പോ നിങ്ങളെ കുറിച്ച് ഓർമ്മ വന്നപ്പോ ഞാൻ ഓട്ടോ ഓടിച്ചിങ്ങാണ്ട് വന്നതാ. അന്ന് അവിടെ ഓട്ടോ ഇറങ്ങി. എനിക്ക് വീട് അങ്ങനെ അറിയില്ല. പിന്നെ കുറേ സമയം നടന്നപ്പോ എനിക്ക് നല്ല ക്ഷീണം തോന്നി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കുറച്ചു നേരം ഇരുന്നതാ. അതൊക്കെ പോട്ടെ, അമ്മക്ക് സുഖമല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ അവിടെ? പൂജ ഞാൻ വിചാരിച്ച പോലെയല്ലേ മോനെ. നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അവളുടെ ശരിക്കുള്ള സ്വഭാവം എന്താ ഞാൻ മനസ്സിലായത്. ഒരുപാട് എന്നെ ദ്രോഹിച്ചവള്. എന്റെ മക്കളെ ഞാൻ മനസ്സിലാക്കി ഒരുപാട് വൈകിപ്പോയി. അതിനുള്ള ശിക്ഷയാ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ സോപ്പിട്ട് നിന്ന് ആ വീട് സ്ഥലമൊക്കെ അവളുടെ പേർക്കാക്കി. എന്റെ മോൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ ആ വീടുണ്ടാക്കിയത്. എനിക്ക് എന്റെ മോനതിലൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഒരുപാട് വിഷമമായിടാ. അങ്ങനെ ഞാനും അവളും ഇങ്ങോട്ട് വന്ന് 2 വാക്ക് തർക്കം ഉണ്ടായി. അങ്ങനെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്നതാ. അമ്മ അതിന് വിഷമിക്കൊന്നും വേണ്ട. വീട് സ്ഥലമൊന്നും എനിക്ക് വേണ്ടെന്ന്. അല്ലെങ്കിൽ നമ്മുടെ ഏട്ടനല്ലേ, ഏട്ടന് ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ. എന്തായാലും അമ്മ എൻ്റെ കൂടെ വന്നില്ലേ, എനിക്ക് അത് മാത്രം മതി. അല്ല ഏട്ടാ, ഇതിപ്പോ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നമ്മളെന്തിനെ പേടിച്ചോടേണ്ട കാര്യം? എന്തെങ്കിലും തെറ്റ് ചെയ്തോ? തെറ്റ് മുഴുവൻ ചെയ്ത അവര് തന്നെയല്ലേ. ഇത് അങ്ങനെ വിട്ടാ എന്തായാലും ശരിയാവില്ല. നല്ലൊരു പണി തന്നെ കൊടുക്കണം. അത് സാറില്ല സച്ചോ, നമ്മുടെ ഏട്ടൻ ചേച്ചിയല്ലേ, അവരെടുത്തോട്ടോ. പിന്നെ അതിന്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. നേരായ വയ്ക്കാണെങ്കിൽ പോട്ടെ വെക്കാട്ടാ. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. അമ്മയും മക്കളിനെ ചതിയിലൂടെ പറ്റിച്ച് സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയതല്ലേ. എന്തായാലും അവർക്കുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ. അവള് പറഞ്ഞാലും കാര്യമുണ്ട് മോനെ. അവൻ അതിന് സ്വത്ത് വേണമെന്ന് നമ്മൾ എഴുതി കൊടുക്കില്ലായിരുന്നോ? ഇതിപ്പോ കുടുംബത്തിനെ മുഴുവനും പറ്റിച്ചിട്ട് ചതിയിൽ കൂടെയല്ലേ അവളുടെ പേര് എഴുതി വാങ്ങിച്ചത്. മോളെ, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എഴുതി കൊടുത്തു പോയില്ലേ? അമ്മ, ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല. അച്ഛനും അമ്മയും മക്കളുടെ പേരിൽ സ്വത്ത് എഴുതി വെച്ചു കൊണ്ടേ അവർക്ക് എന്തും ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല. സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയതിനു ശേഷം അച്ഛനും അമ്മയും നോക്കിയില്ലെങ്കിലേ അത് എഴുതി കൊടുത്ത മൊത്തം നമ്മുടെ പേർക്ക് ആക്കാനുള്ള അവകാശമുണ്ട്, അതിനുള്ള നിയമമുണ്ട്. അതോർത്ത് നമ്മ ടെൻഷൻ അടിക്കണ്ട. ഇനിയിപ്പോ എന്താ ചെയ്യാൻ മോളെ നമ്മള്?
അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് നമ്മൾ സംസാരിച്ചൊന്നും അവരറിയണ്ട. അമ്മ തിരിച്ച് സാധാരണ പോലെ വീട്ടിൽ പോയാൽ മതി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവള് വക്കീല. ഞാൻ അവളോട് ചോദിച്ചിട്ടേ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താച്ചാ ഞാൻ അമ്മയോട് പറയാം. എന്നാലും മക്കളോട് ഞാൻ വല്ലാത്ത ചതിയെ ചെയ്ത്. ഇത്രയും വലിയ വീടുണ്ടായിട്ടും അവിടെ നിന്ന് ഇറക്കി വിട്ട് ഒരു വാടക വീട്ടിൽ വന്ന് താമസിക്കേണ്ട ഗതികേട് വന്നില്ലേ? അത് സാരമില്ലമ്മേ, അമ്മ അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്കൊരു ദോഷവും വന്നിട്ടില്ല. അല്ലെങ്കിലും ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴാ നമ്മൾ ആരാന്ന് നമുക്ക് മനസ്സിലാവുക. അങ്ങനെയുള്ളവര് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. അവള് പറഞ്ഞാൽ ശരിയാമ്മേ. ഇത്രയും കഴിവുണ്ടായിട്ട് ഞാൻ പഴയ വർഷാപ്പിൽ തന്നെ നിന്ന് അതൊക്കെ മാറി ടൗണിൽ ഒരു പുതിയ ഷോപ്പ് തുടങ്ങി. പിന്നെ അവിടെ 2-3 PSC ലിസ്റ്റുണ്ട്. മിക്കവാറും ജോലി കിട്ടും. ഞാൻ ആ KSF കുറി വിളിച്ച് ഒരു 10 സെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ട്. അവിടെ നല്ലൊരു വീട് കെട്ടാനുള്ള പരിപാടിയാണ്. എല്ലാം ശരിയായിട്ട് അമ്മയോട് പറയാണ്ടിരുന്നാണ്. എന്തായാലും അമ്മ അങ്ങനെ ചെയ്തുകൊണ്ടേ ഞങ്ങൾക്ക് ഒരു ദോഷം ഉണ്ടായില്ല, നല്ലത് മാത്രമേ. അമ്മ അതിൽ ടെൻഷൻ അടിക്കില്ല കേട്ടോ. എന്നാ വാ അമ്മേ, വീട്ടിൽ പോവാ. ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചുണ്ടാക്കാം. നീ എന്തിനാ ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുന്നത്? എനിക്ക് അവിടെ എന്തൊക്കെ പരിപാടികളുണ്ടെന്നറിയോ? ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിലേ അതിനൊക്കെ കാരണം ഉണ്ടാവും. എത്രയും പെട്ടെന്ന് ഈ വീട് സ്ഥലവും വിട്ടിട്ട് എറണാകുളത്തേക്ക് താമസം മാറ്റണം. അവിടെ ഫ്ലാറ്റൊക്കെ അനിയൻ നോക്കി വെച്ചിട്ടുണ്ട്. സംഭവമൊക്കെ ശരിയാണ്. എന്നാൽ ഇത്രയും പെട്ടെന്ന് വേണോ? അമ്മ നമുക്ക് എഴുത്താന്നല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? ഇനിയും വൈകിയാൽ ശരിയാവില്ല. ഇത് എപ്പോഴാ സ്വഭാവം മാറൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടേ നിങ്ങൾ ഈ വീട് സ്ഥലവും വിൽക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ നോക്ക്. നമ്മൾ ഈ സ്ഥലം വീടൊക്കെ വിട്ടിട്ട് എറണാകുളത്ത് പോയി താമസിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്ത് ചെയ്യും? ഓ, അമ്മേന്റെ കാര്യമൊക്കെ ഞാൻ താരാന്ന് രാവിലെ കൂടെ വിളിച്ചോണ്ടിരിക്കുക. ഒരു സെക്കൻഡ് ഏട്ടാ. ആ ഹലോ, പോലീസോ? എന്താ സർ? ആരാ സർ കംപ്ലൈന്റ് വന്നേ? സർ അത് ഫേക്ക് കംപ്ലൈന്റ് ആയിരിക്കും. ആ കുഴപ്പമില്ല സർ, ഞങ്ങൾ വരാം. എന്താ പോലീസോ? എന്താ കാര്യം? ദിനുവേട്ടാ, അമ്മ നമുക്ക് വീട് സ്ഥലം എഴുതി തന്നതേ നമ്മൾ അമ്മേനോട് ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിയതാന്ന് പറഞ്ഞിട്ട് ആരോ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നു. പേര് വെച്ചിട്ടാണെങ്കിൽ പറയണമില്ല. അത് മിക്കവാറും അവളും തന്നെ ആയിരിക്കും. ഓ, ഇതായിരുന്ന കാര്യം. ഇതൊക്കെ ഞാൻ ആദ്യം പ്രതീക്ഷിച്ചതന്നെ. നീ എന്തിനാ ഇങ്ങനെ പേടിക്കാൻ നിൽക്കുന്നത്? എന്തായാലും നമ്മൾ അമ്മേനെ ഭീഷണിപ്പെടുത്തി സ്ഥലം വീടും വാങ്ങിയെന്നല്ലോ. അമ്മേന്റെ ഇഷ്ടപ്രകാരം എഴുതുന്നല്ലേ. ഇനിയിപ്പോ പോലീസ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരെ അമ്മേനെ കൂടി ചെല്ലണം. അമ്മ പറയില്ല അമ്മേന്റെ ഇഷ്ടപ്രകാരം നമുക്ക് തന്നാന്ന്. കഴിഞ്ഞില്ലേ പിന്നെ? അല്ല ദിനുവേട്ടാ, അതില് വേറൊരു പ്രശ്നമുണ്ട്. അമ്മ അങ്ങനെ പറയും തോന്നുന്നില്ല. അതെന്താ അമ്മ അങ്ങനെ പറയാണ്ട്? അത് സ്വത്ത് കിട്ടിയപ്പോഴേ എൻ്റെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റം വന്നോ എന്നൊരു സംശയം. ഇവിടുത്തെ പണി മുഴുവൻ ഞാൻ അമ്മനെ കൊണ്ട് ഒറ്റയ്ക്കാണ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അങ്ങനെ രസത്തിലല്ല. എന്ത് പണിയാടി പൂജ നീ കാണിച്ചത്? അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ സ്വത്ത് വിൽക്കുന്നവരെങ്കിലും നിനക്ക് നിന്റെ സ്വഭാവം കാണിക്കാതിരുന്നൂടെ? ഓ, എന്നോടത് പറ്റിപ്പോയി. അല്ലെ നിങ്ങൾക്കെങ്കിലും കുറച്ച് മര്യാദയ്ക്ക് സോപ്പിട്ട് നിന്നുകൂടായിരുന്നോ? നിങ്ങൾ വന്ന ശേഷം അമ്മയോട് മര്യാദയ്ക്കൊന്ന് മിണ്ടിയിട്ടുണ്ട്. അതിന് നീ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് അറിയായിരുന്നോ? ഇപ്പൊ എന്താ ചെയ്യാ? നിനക്ക് ഞാനൊരു നമ്പർ ഇടാം. അമ്മ, എന്തൊക്കെയുണ്ട് വിശേഷം? അമ്മയ്ക്ക് സുഖല്ലേ? നീ ഇന്നലെ രാത്രി വന്നതല്ലടാ. ഇത് ഇത്ര നേരം കൊണ്ട് മിണ്ടിയിട്ടുണ്ടാ? അവനിപ്പോ വിശേഷം ചോദിക്കാൻ വേണ്ടി വരുന്നു. അമ്മ, അവിടെ ബിസിനസ് ആകെ പൊട്ടിക്കിടക്കുക. ഞാൻ അതിന്റെ ടെൻഷനിലായിരുന്നു. ഇത് അവള് പോലും ഞാൻ വിളിച്ചിട്ടില്ല. അവിടെ പ്രശ്നങ്ങൾ കൂടിപ്പോ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നതാ. അല്ലാണ്ട് അമ്മയോട് ഇഷ്ടമില്ലാണ്ടൊന്നുമല്ല. മതി, നിർത്തവിടെ. നീയും നിന്റെ ഒരു ബിസിനസ്സും. എനിക്ക് നിന്നോട് സംസാരിക്കാൻ സമയമില്ല. എനിക്ക് കുറച്ച് പണിയുണ്ട് ഇവിടെ. പണിയോ? അമ്മയ്ക്ക് ഇവിടെ എന്ത് പണിയുള്ളത്? എന്ത് പണിയുണ്ടെന്നോ? ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്യുന്നത് ഞാനാ, അല്ല നിന്റെ ഭാര്യയല്ല. എന്ത്? ഈ വീട്ടിലെ പണി മുഴുവൻ അമ്മ ചെയ്യുന്നോ? എടി പൂജ, നീ ഇവിടെ വന്നേ. എന്താ ദിനുവേട്ടാ, വിളിച്ചോ? എന്താടി ഇത്? അമ്മ പറയുന്ന അമ്മയാണ് ഈ വീട്ടിലെ പണി മുഴുവൻ ചെയ്യുന്നതാണല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അമ്മേനോട് ഒരു പണി ചെയ്യിപ്പിക്കരുതെന്ന്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അയ്യോ ദിനുവേട്ടാ, അത് എൻ്റെ ഓഫീസിലെ ഇപ്പൊ കുറച്ച് വർക്ക് ലോഡൊക്കെ കൂടുതലാ. അതുകൊണ്ട് എനിക്ക് അമ്മേനെ സഹായിക്കാൻ പറ്റാഞ്ഞിട്ടാ. എന്നാ പിന്നെ നിനക്കൊരു ജോലിക്കാരനെ വെച്ചൂടെ? നമ്മുടെ കടങ്ങളൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ എവിടുന്നേലും പൈസ ഒപ്പിച്ചേരുത് നിനക്ക്? സോറി ദിനുവേട്ടാ, എന്നോട് അങ്ങനെ പറ്റിപ്പോയി. അമ്മേന് പെട്ടെന്നൊരു ജോലിക്കാരനെ ഒപ്പിക്കാന്ന് പറഞ്ഞാൽ അത് എളുപ്പമൊന്നും അല്ല. ഞാൻ ഒരു കാര്യം ചെയ്യും, 1 മാസം ലീവ് എടുക്കാം. അമ്മ ഒന്നും ചെയ്യണ്ട, അമ്മ റെസ്റ്റ് എടുത്തോ. ഇന്നലെ നീ ലീവ് വിളിച്ചോടാ. അമ്മേന്റെ കാര്യം കഴിഞ്ഞിട്ട് മതി, ബാക്കി ഇവിടെയല്ല. അമ്മേ, ഞാനേ പുറത്തോട്ട് അമ്മേന്റെ കുഴമ്പും കാര്യങ്ങളും വാങ്ങിച്ചരാം. എന്ത് നോക്കിക്കാടി? ഭക്ഷണം എടുത്ത് കൊടുക്കാം അമ്മയ്ക്ക്. സോറി അമ്മ, എന്നോട് ഓരോ ടെൻഷനിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോയതാ. അമ്മയൊന്നും വിചാരിക്കാതെ.
അമ്മയ്ക്ക് ഞാൻ ഭക്ഷണം എടുത്ത് വയ്ക്കാം. അമ്മേ, ഇപ്പൊ കാലുവേദനക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ആ, കുഴപ്പമൊന്നുമില്ല മോളെ. എന്നാലും കാലിന്റെ മേലെയായിട്ടേ ചെറിയൊരു തരിപ്പ് പോലെ. അയ്യോ, എന്നാലത് പറയണ്ട അമ്മേ, ഞാൻ ഒഴി തരില്ലേ? ഇവിടെയാണോ? ആ, അവിടെ തന്നെ മോളെ. നല്ലോണം ഒന്ന് ഒഴി. അങ്ങനെ താഴോട്ടിങ്ങനെ ഒഴി. പിന്നെ അമ്മയൊരു കാര്യം അറിഞ്ഞോ? ഇല്ല മോളെ, എന്താ കാര്യം? അതെ, അമ്മേന്റെ ഇളയ മരുമോളിലെ സന്ധ്യ, അവള് നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിട്ടേ നല്ലൊരു പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ സന്ധ്യയോ? അവൾ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന മോള് പറയുന്നത്? അത് അമ്മ ഞങ്ങളുടെ പേരിലേ സന്തോഷത്തോടെ എഴുതി തന്നില്ലേ ഈ വീടും പറമ്പും. ഏട്ടൻ വന്ന് ഞാൻ ഏട്ടന്റെ പേരിലേക്ക് മാറ്റി വിട്ടു. അമ്മേനോട് പറഞ്ഞല്ലേ. എന്നിട്ട് ആ സന്ധ്യ കള്ളക്കേസ് കൊടുത്തിരിക്കുക പോലീസ് സ്റ്റേഷനിൽ. അമ്മേനെ ഭീഷണിപ്പെടുത്തിട്ട് ഞങ്ങളത് എഴുതി വാങ്ങിയതാണ്. അവളെ ഇതിന്റെ ഇടയിൽ കൂടെ അങ്ങനെയൊക്കെ പണി ഒപ്പിച്ചോ? അപ്പോൾ ആള് കൊള്ളാലോ. ആ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് അവളിങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ സ്വത്തിന്റെയും വീടിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. അമ്മ അവളെ മുമ്പിൽ ജയിച്ചു കാണാൻ വേണ്ടിട്ട് അമ്മയുടെ കൂടെ നിന്ന്, അത്രേ ഉള്ളൂ. അതിപ്പോ എന്നെ കൊണ്ട് പ്രത്യേകിച്ച് പറയാനുണ്ടോ മോളെ? നിങ്ങളുടെ രണ്ടാളുടെ സ്വഭാവം എനിക്ക് നല്ലോണം അറിയില്ലേ. സ്വത്തല്ല നിങ്ങൾക്ക് വലുത് അമ്മയാണെന്നുള്ളത്. അല്ല മോളെ, നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? അതമ്മ നാളെ ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട്. അവര് ചോദിക്കുമ്പോ എൻ്റെ മക്കളെ പേരിൽ സന്തോഷത്തോടെ ഞാൻ എഴുതി കൊടുത്താന്ന് ഒരു വാക്ക് മാത്രം അമ്മ പറഞ്ഞാൽ മതി. അതോടെ തീരും അവളുടെ അഹങ്കാരം. എല്ലാരും മുമ്പിൽ അവളെ നാണം കീഴും. അയ്യോ, അത് നമ്മളടുത്ത് പ്രത്യേകം പറയാനുണ്ടോ മോളെ? നാളെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് എല്ലാവരുടെ മുൻപിൽ വെച്ച് അവൾ നാണം കെടുത്തു. അതുപോലെ മോളെ? അത്രേ ഉള്ളൂ അമ്മേ. എല്ലാവരുടെ മുമ്പിലും എൻ്റെ അമ്മ ജയിച്ചു കാണും. ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ. ഞാൻ പോയിട്ട് അമ്മയ്ക്ക് ജ്യൂസ് എടുത്തിട്ട് വരാം. ഞാൻ അമ്മനെ നന്നായിട്ട് സോപ്പിട്ട് വെച്ചിട്ടുണ്ട്. നാളെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അമ്മ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കും. സ്ഥലം നമ്മുടെ കയ്യിൽ കിട്ടിയതും വിൽക്കാനുള്ള ഏർപ്പാട് ചെയ്യണം കേട്ടോ. പിന്നെ എപ്പോഴും അമ്മന്റെ സ്വഭാവം മറന്ന് പറയാൻ പറ്റില്ല. അതിനുശേഷം പിന്നെ ഒന്നും പേടിക്കാനില്ല. എന്നാ ശരി, ഞാൻ അമ്മയ്ക്ക് ജ്യൂസ് എടുത്ത് വെക്കട്ടെ. ആയിക്കോട്ടെ. എന്താടാ നിങ്ങളൊക്കെ നാവ് ഇറങ്ങിപ്പോയോ? നിങ്ങൾ എന്താ വിചാരിച്ച് സ്വത്ത് തിരിച്ചു വാങ്ങാൻ വേണ്ടി അവർ കേസ് കൊടുക്കുകയാണെന്നോ? ഞാനാ പറഞ്ഞത് നിങ്ങൾക്കൊരു പണി തരാൻ വേണ്ടിട്ട് കേസ് കൊടുക്കാൻ. സ്റ്റേഷനിൽ വെച്ച് എന്റെ മോൻ പറഞ്ഞു കേട്ടില്ലേ, സ്വത്തും മുതലൊന്നും എനിക്ക് വേണം, എനിക്ക് എന്റെ ഏട്ടനാ വലുത് എന്നുള്ളത്. അതാടാ കൂടെപ്പിറപ്പ്. സോറിടാ, ഞാൻ പൈസയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു. പക്ഷെ നീ സ്റ്റേഷനിൽ വെച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ മുന്നിൽ ഒന്നും അല്ലാണ്ടായി. ശരിക്കും നീയാണ് എന്നെ പഠിപ്പിച്ചതും എനിക്ക് ജോലി വാങ്ങിയിട്ട് ഈ ലെവലൊക്കെ എത്താൻ പറ്റിയത്. പിന്നെ ഈ കുടുംബത്തിന് വേണ്ടി നീയാണ് ഒരുപാട് അധ്വാനിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ വീട് നിനക്ക് അർഹതപ്പെട്ടത്. അയ്യോ തിന്നോട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. ഈ വീട് സ്വത്ത് എനിക്ക് വേണ്ടെന്ന് ഇവരോടൊക്കെ പറഞ്ഞതാ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. അത് ഞാൻ രണ്ടോടും മാപ്പ് വയ്ക്കുന്നു. സന്ധ്യ, ഞാൻ നിങ്ങളോട് രണ്ടാളോടും ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അതൊക്കെ മറന്നിട്ട് ഇങ്ങനെ പറയാൻ തോന്നി നിങ്ങളുടെ മനസ്സുണ്ടല്ലോ, അത് തന്നെ ഏറ്റവും വലിയ കാര്യം. സോറി അമ്മ. അതൊക്കെ പോട്ടെ മക്കളെ, ഒരു കുടുംബമാകുമ്പോൾ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇനി അതൊക്കെ മറന്ന് സന്തോഷത്തോടും സ്നേഹത്തോടു കൂടി മുൻപോട്ട് പോവുക. അതാണ് നല്ല കുടുംബം എന്ന് പറഞ്ഞ. പോട്ടടാ, അത് നീ മനസ്സിൽ വെക്കല്ലേ. നമുക്ക് എല്ലാവരും കൂടെ പണ്ടത്തെ പോലെ സന്തോഷത്തോടെ ഒന്നിച്ച് താമസിക്കാറുണ്ട്. അയ്യോ ഏട്ടാ, ദേഷ്യം തോന്നട്ടെ. നിങ്ങൾ കുറച്ചൊരു സ്ഥലം മേടിച്ചിട്ടുണ്ട്, അവിടെ വീട് കെട്ടാനുള്ള പരിപാടിയാണ്. ഇവിടെ മാറി താമസിക്കുന്ന പറഞ്ഞിട്ട് നിങ്ങളോട് ദേഷ്യം കൊണ്ടല്ല, നമ്മുടെ സ്നേഹം കൂട്ടുള്ളൂ. എടാ, വീടൊക്കെ എടുത്തോ, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതുവരെങ്കിലും ഇവിടെ നിന്നോടെ നിനക്ക്.
അതെ സുജിത, അല്ലെങ്കിൽ അവര് കുറ്റബോധം ഞങ്ങളെ വിട്ട് എങ്ങും പോകില്ല. അയ്യോ ചേച്ചി, ഞങ്ങൾ വീട് മാറുന്നതല്ലേ ഉള്ളൂ, ബന്ധങ്ങൾ വിട്ടു പോകുന്നില്ലല്ലോ. ഞങ്ങക്ക് പറ്റുന്ന ദിവസമൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് ഓടിയെത്തും. ഈ സ്നേഹത്തിൽ ഒരു കുറവും ഉണ്ടാവില്ല.